നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി കോളേജിനെതിരെ കടുത്ത നടപടിക്ക് ആരോഗ്യ സർവകലാശാല. അന്വേഷണത്തിന് 4 അംഗ സമിതിയെ നിയോഗിച്ചു. ഗവർണർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് VC മോഹനൻ കുന്നുമ്മൽ അറിയിച്ചു. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെന്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, യൂണിവേഴ്സിറ്റിക്ക് പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്നല്ലോ, തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. സർവകലാശാല നടപടി എടുത്തിട്ടില്ല. ഇനി കോളേജിൽ നടപടി എടുക്കുകയും അവർ സർവകലാശാലയെ അറിയിക്കാതിരിക്കുകയും ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. സുനിഷ അയലൂർ ചേരുന്നു. സുനിഷ, പരാതി ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന വാദങ്ങളൊന്നും ഇനി നിൽക്കില്ല. ഒന്നാമത് ഈ പരാതി വരാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു പരാതി ഒന്ന് പ്രതികരിച്ച ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ ഏറ്റവും അവസാന ഘട്ടത്തിലെങ്കിലും ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നിട്ട് അവർ തുറന്നു പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, കേട്ടുകഴിഞ്ഞാൽ ഞെട്ടലാണ്. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. അന്വേഷണം എങ്ങനെയായിരിക്കും സുനിഷ? റോഷ്നി, നിലവിലിപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഒരു വശത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, അതേസമയം തന്നെ സർവകലാശാലയുടെ 4 അംഗ സമിതിയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും ഇത് അന്വേഷിക്കുക. മെഡിക്കൽ ഡീനുണ്ട്, ഡെന്റൽ ഡീനുണ്ട്, അങ്ങനെ 4 അംഗ സമിതി ഇത് അന്വേഷിക്കും. സ്വാഭാവികമായും അറിയേണ്ടത് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുമെന്നുള്ളതാണ് വൈസ് ചാൻസലർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 2 ദിവസം അവധിയാണ് ഇനി. അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് എത്തി കൃത്യമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുമെന്നുള്ളത് തന്നെയാണ് VC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട്. അതിന് നിലവിൽ ഇപ്പോൾ ഒരു കാലയളവ് പറഞ്ഞിട്ടില്ല, പക്ഷേ അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ശക്തമായ നടപടി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കോളേജുകൾ വേണമോ എന്ന കാര്യം പോലും ചിന്തിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അഫിലിയേഷൻ അടക്കം റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുന്നേ ആയി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് നിരവധി പരാതികൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ MK റാം എന്ന അധ്യാപകനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പരാതി ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഇത്തരത്തിൽ അധ്യാപകരുടെ ക്രൂരകൃത്യങ്ങളെല്ലാം അറിയുന്നത് എന്നുള്ളതാണ് വൈസ് ചാൻസലർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോളേജിൽ നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ ഒരു ആന്റി റാഗിംഗ് സെല്ലില്ല, ICC ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇതൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആരോഗ്യ സർവകലാശാലയ്ക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എത്ര ഇടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ICC അടക്കമുള്ള കാര്യങ്ങൾ ഇല്ല, അതെന്തുകൊണ്ട് ഇല്ല എന്നതടക്കം പരിശോധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ VC പറഞ്ഞിരിക്കുന്നത്. ഈ 4 അംഗ സമിതി എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നിതിന്റെ അമ്മയുടെയും ഒപ്പം തന്നെ ഈ രക്ഷിതാക്കളുടെയും സഹോദരിമാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അറിയേണ്ടത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയുമാണ്. ഈ 2 അധ്യാപകർ മാത്രമാണോ പിന്നിലുള്ളത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ അധ്യാപകരുണ്ടോ, ഏതൊക്കെ രീതിയിലാണ് ഇവർ മാനസിക സമ്മർദ്ദം നേരിടുന്നത്, എന്തുകൊണ്ട് അവിടെ ആന്റി റാഗിംഗ് സെല്ലില്ല, എന്തുകൊണ്ട് ICC പ്രവർത്തിക്കുന്നില്ല എന്നതുൾപ്പെടെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഈ റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അഫിലിയേഷൻ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് റോഷ്നി. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. സുനിഷ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം. അതിനൊപ്പം തന്നെ ആ ക്യാമ്പസിൽ ICCയോ ആന്റി റാഗിംഗ് സെല്ലോ ഒക്കെ ഉണ്ടായിരുന്നോ, ഇനി ഉണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതെല്ലാം പരിശോധിക്കുകയും ഇനി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനി തുടർന്നെങ്കിലും ആ കോളേജിൽ ഇത്തരം വ്യവസ്ഥകളൊക്കെ കൃത്യമായി നടക്കാൻ സർവകലാശാല തന്നെ മുൻകൈയെടുത്ത് ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ VC അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകുന്നു. അതൊക്കെ എന്തായാലും അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.